സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രേരണയിലായിരിക്കുന്ന എല്ലാവരും ഹല്ലേലൂയ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന മഹാരാജാവ്, ഇസ്രായേലിന്റെ പരിപാലകന്, മയക്കമില്ലാത്ത ഉറക്കമില്ലാത്ത ദൈവത്തിന്, നമ്മുടെ രക്ഷകന്, നമ്മുടെ സൃഷ്ടാവിന്, നമുക്ക് ജീവൻ തന്ന ദൈവത്തെ, നമ്മെ നിർമ്മിച്ച് സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവത്തെ, ഹല്ലേലൂയ. കാളകന്റെ ഉടയവനെ അറിയുന്നു, കഴുതന്റെ യജമാന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് ദൈവം അവിടുന്ന് അരുളി ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മളെ അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തെ അല്പസമയം നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഓരോ സെക്ഷനിലും ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ പകരുന്ന ദൈവം. ഹല്ലേലൂയ. മലയാളം സെക്ഷനിലും കർത്താവിന്റെ ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ദൈവം പകരുകയാവുന്നു. സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പിതാവാൻ ദൈവമേ, പുത്രനാൻ ദൈവമേ, പരിശുദ്ധാത്മാവാൻ ദൈവമേ, ക്രിയേക ദൈവത്തിന്റെ വിലപ്പെട്ട ഭയങ്കരമായ സകല നാമത്തിലും മേലായ നാമത്തെ നന്ദിയോടെ 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 നിങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ എനിക്ക് ദേശത്തെ സൗഖ്യം ദൈവം, രോഗം നമ്മുടെ നടുവ് നേറ്റിക്കളയുന്ന ദൈവം, നമ്മുടെ അവയവങ്ങളെ, ശരീരാത്മദേഹങ്ങളെ, ഉച്ചമലുള്ള അങ്കാലുകളെ ദൈവ ശക്തി ആവരിക്കുമ്പോൾ എല്ലാവരെയും ബന്ധനങ്ങളും വിട്ടുപോകുകയാണ്. ബന്ധനം ഒഴിയുകയാണ്. രോഗാത്മാ വിട്ടുപോകുകയാണ്. ദൈവശക്തി എന്തെന്നും തിരുവരുത്തെന്തെങ്കിലും അറിയാത്തവര് ഈ ദിവസങ്ങളില് ഹല്ലേലൂയ ദൈവശക്തിയും തിരുവരുത്തും മനസ്സിലാക്കുവാൻ, അവരുടെ ബുദ്ധികളെ തുറക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുക. കർത്താവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഒക്കലോഹമയിൽ നിന്നും ഐവി ചെറിയാൻ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പകരാതെ, ഉന്നം വെച്ച വൈരിയൻ കണ്ണിൻ മുൻപിൽ പകരാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, ഏലിയാവിൻ പുതപ്പേ വീട് നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പേ വീട് നിന്റെ വിശ്വാസ ശോധനയിൽ, എണ്ണി എണ്ണി സ്തുതിക്കുവാൻ
എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ, നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തുടർമാനം ദൈവം സൂക്ഷിപ്പാൻ പോകുന്ന ദൈവത്തിനെ വിവരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ആ പാട്ടിന്റെ ഓരോ വരികൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. പാട്ടോട് മഹാരാജാവിനെ നമുക്ക് സ്തുതിക്കുവാനുള്ള ഭാഗ്യം ഈ രാത്രിയിൽ ആ പാട്ടിൽ കൂടെ ലഭിച്ചുവല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. തുടർമാനം ദൈവജനത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവിനെ ചുരുക്കമായി പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവമേ, സുഖിതാവേ, അപ്പച്ച ഹല്ലേലൂയ. അവിടുത്തെ പാതോടത്തോട് കർത്താവേ, സന്ധ്യാസമയത്ത് അയാൾക്ക് ഒരുമിച്ച് കർത്താവേ, പ്രളയൻ കുടുംബമായ കർത്താവേ, അടുത്തൊരു കർത്താവ് ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചയുടെ കാലം മുഴുവൻ കർത്താവിന്റെ കൃപ അനുഭവിക്കാൻ കഴിഞ്ഞൊരു മാസക്കാലം മുഴുവൻ കർത്താവ് വീണ്ടും അടുത്ത കൃപയുടെ മറവിൽ ഞങ്ങൾ ഓരോരുത്തരെയും മറച്ചല്ല കർത്താവേ. ഹല്ലേലൂയ. യഹോവ എനിക്ക് ചെയ്ത സകലകാര്യങ്ങൾക്കും എന്തു പകരം കൊടുക്കും രക്ഷയുടെ പാത്രം എടുത്ത് അവിടെ നാം വിളിച്ച് ഉപേക്ഷിപ്പാൻ അപ്പച്ച സ്തോത്രം കർത്താവേ. രാത്രിക്കാലം ഞങ്ങളെ സഹായിക്കുന്നവർക്കായി സ്തുതം. നല്ലൊരു കാലം ഹല്ലേലൂയ. വലിയ ആപത്തുകൾ, ഓളങ്ങൾ, തിരമാലകൾ കർത്താവേ, രാവുന്ന സ്ഥാനങ്ങളുടെ കർത്താവേ, ഹല്ലേലൂയ. അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങളെ വഹിച്ചനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഭയൽ കർത്താവേ, സഹോദരി സഹോദരന്മാരുടെ എല്ലാവരുടെയും കർത്താവേ, ജോലി കാര്യങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ സാന്ത്യം കൂടി നല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ, സ്കൂൾ പോക്കിലും വരിലൊക്കെയും കർത്താവേ, കോളേജുകളിലൊക്കെയും ദൈവത്തിന്റെ കൃപയും പരിപാലനവും കൂടി ഇതിനായി സ്തുതിക്കുന്ന അപ്പ ഹല്ലേലൂയ. അല്പസമയം അടുത്ത പാതോടത്തിൽ ഞങ്ങളായിരിക്കുന്ന അപ്പച്ച താഴ്മയുടെ ഏൽപ്പാൻ കർത്താവേ, ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കള്ളൻ കുടുംബത്തെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുകാലം അവിടുത്തെ പാതോടത്തെങ്കിൽ കർത്താപ്പച്ച ആരെങ്കിലും ഭാരത്തോടെ വിഷമത്തോടെ കർത്താവേ, കണ്ണീരോടെ ആയിരിക്കുന്നെങ്കിൽ ഭാരങ്ങൾ അറിയുന്ന കർത്താവേ, നിന്റെ ഭാരമെല്ലാം അവിടെ മേൽ വെച്ചൊള്ളുക. അവൻ നിന്നെ പുലർത്തു നീതിമാൻ കുലുങ്ങിപ്പോവാൻ ഒരു നാളെ സമ്മതിക്കില്ല. ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണല്ലോ കർത്താവേ. ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ നല്ല പാത വിടാൻ മാത്രമാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. എന്മേഹോവയെ വാഴ്ത്താൻ സ്വാതന്ത്ര്യമേ നാമത്തെ വാഴ്ത്ത എന്മേഹോവയെ വാഴ്ത്താൻ കാര്യങ്ങളൊന്നും മറക്കരുത് അപ്പച്ച. സ്തോത്രം കർത്താവേ. കഴിഞ്ഞ നാളുകളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതുമുതുമായ എല്ലാവർക്കും കർത്താവേ, രാത്രികാലം നന്ദിയുള്ളവരായി അവിടുത്തെ പാതോടെത്തിരിക്കുന്നപ്പാ. ഞങ്ങളുടെ കുറവോളം കുറ്റങ്ങളുണ്ട് അപ്പച്ച. രാത്രികാലം വചനത്തിൽ കൂടെ കർത്താവേ, ഞങ്ങളെ ഇന്ന് കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. താഴ്മയോടും വിനയത്തോടെ അവിടുത്തെ പാതോടുത്ത് കൈത്തോടും ഭക്തിയോടും കർത്താവേ, അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ കർത്താവേ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പ. ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, പാട്ടുപാടിന്റെ ദാസി അവിടുത്തെ അക്ഷരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും. നല്ല പാട്ട് പാടുവാൻ ദാസിയെ ബലപ്പെടുത്തില്ല കർത്താവേ. ആ ശബ്ദം കർത്താവിനെ ആർക്ക് അനുഗ്രഹമായി വീണ്ടും പാടുവാൻ എന്റെ ദാസിയെ കർത്താവേ. ഹല്ലേലൂയ. ദൈവകൃപയിൽ ഹല്ലേലൂയ അവിടുന്ന് വഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കും. സ്നേഹത്തോടെ കർത്താവേ അവിടുന്ന് സൂക്ഷിച്ചണമേ, മറച്ചണമേ എന്ന് പ്രാർത്ഥിക്കും. ദാസി കുടുംബമായി പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്മേലും കർത്താവിന്റെ ഹിതപ്രകാരം വഴിമാൽ ഒരുക്കി അവിടുന്ന് ഹല്ലേലൂയ കർത്താവ് വഴി ഒഴുക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ. വചനമായി കടന്നു വരുന്ന കർത്താവിന്റെ വൃത്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആവശ്യമായ സ്വർഗീയ ഈ രാത്രികാലം കർത്താവേ, ദൈവമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് അറിയിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തനെ കർത്താവേ, രക്തക്കോട്ടയ്ക്കുള്ളിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ മടക്കാവുക കർത്താവേ. ഹല്ലേലൂയ. ആ ക്രൂശിന്റെ മറവിൽ മറഞ്ഞുകൊണ്ട് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കർത്താവേ, ആവശ്യമായ സ്വർഗീയ വചനം കർത്താവേ, ഇന്നത്തെ കാലം ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ലൈലയുടെ നിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വിഷയത്തുമേ കർത്താവിന്റെ ഹിതപ്രകാരം വഴിയുമാൽ ഒരു കൺപോതിനായ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. വചനത്തിന്റെ വാതിൽ കൂടി കർത്താവേ രാത്രികാലം സകല രോഗികൾക്കും കർത്താവ് ആശ്വാസം മുടലും കൽപ്പിക്കണമേ. ചില ജീവിതങ്ങൾ കർത്താവിലേക്ക് എടുത്തുവരും കർത്താവേ. ഹല്ലേലൂയ. ഈ പ്രളയം കുടുംബമായ കർത്താവേ വർഷക്കാലം സഹായിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവേ, പ്രളയം കുടുംബമായ കർത്താവെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വഴിയുമാലും കർത്താവെ ഒരുക്കാൻ പോകുന്നതായ സ്തോത്രം കർത്താവെ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാവുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണല്ലോ കർത്താവ്. വിശ്വാസത്തോടുകൂടി കർത്താവെ ഹല്ലേലൂയ സകല വിഷയങ്ങളെ അപ്പത്തിന്റെ പാദോടത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം വരെ ഒരുക്കണമേ. മാനവ മഹത്വത്തോട് നിൽക്കുമാറാണെന്ന് യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നത് ഉണ്ടായി കേൾക്കണേ പുണ്യപിതാവേ. ആമേൻ. സ്തോത്രം. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഐശ്വര്യമായിട്ടെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർമാനം ദൈവവചനം ശുശ്രൂഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. ഹല്ലേലൂയ. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. തേനിലും തേൻകട്ടയിലും മധുരമേറിയ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നമുക്ക് പരീക്ഷകൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ജയിപ്പാൻ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ തിരുവചനം സൂക്ഷിക്കും. തിരുവചനം സൂക്ഷിക്കായി ദൈവത്തിന്റെ ഭക്തനെ ക്ഷണിക്കുന്നു. ഒക്കലഹോമയിൽ നിന്നും പാസ്റ്റർ സാം വർഗീസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ പ്രയർ ലൈൻ കുടുംബത്തിലുള്ള എല്ലാ പ്രിയമുള്ളവർക്കും എളിയവരുടെ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു രാത്രി കൂടെ വിശുദ്ധ വചനവുമായി തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന വിലയേറിയ സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇന്ന് രാത്രി വരെയും ദൈവം തന്റെ ഭദ്രമായ ചിറകിനടിയിൽ നമ്മെ മറച്ചു. ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ നമുക്ക് നൽകി തന്നു. സംഭവിക്കാവുന്ന സകലവിധ അപകടങ്ങളിൽ നമ്മെ വിടുവിച്ചു. ദൈവം വിശ്വസ്തനായിരുന്ന നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയെ ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ, ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോൾ തന്നെ നമ്മെ തന്നെ ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ഇത്രയ്ക്ക് നല്ലൊരു കർത്താവിനെ സേവിപ്പാൻ തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാമല്ലോ. നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യൂദായുടെ ലേഖനം ആണല്ലോ നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യം ഇന്ന് രാത്രി വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. ബൈബിൾ കയ്യിലുള്ള എല്ലാ പ്രിയമുള്ളവരും ആ ബൈബിളിലൊക്കെ ഒന്ന് നോക്കണം. വായിക്കുന്ന വാക്യങ്ങൾ ശരിയാണോ എന്ന് മാത്രമല്ല, പ്രസംഗിക്കുന്നത് ശരിയാണോ, ആ വാക്യത്തിൽ നിന്നൊക്കെ ആണോ ഈ പറയുന്നത് എന്നൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ദൈവവചനം സ്വർഗം അരുളി ചെയ്തത് ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു എന്നാണ് തിരുവഴുത്തിൽ വായിക്കുന്നത്. വായിച്ചപ്പോൾ കേട്ടു, രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ അത് എന്റെ മനസ്സിൽ തിങ്ങത്തക്കവണ്ണം, എനിക്ക് മനസ്സിലാക്കത്തക്കവണ്ണം ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് രണ്ടാമത് എഴുതുന്നത് പോലെയാണ്. അപ്പോൾ എല്ലാവരും ബൈബിൾ തുറക്കുകയും ബൈബിൾ എടുക്കുകയും വാക്യങ്ങൾ പറയുന്നത് എല്ലാവരും കൂടി വായിക്കുകയൊന്നും വേണ്ട. അതിനുവേണ്ടി അസൈൻ ചെയ്യപ്പെട്ട പ്രിയമുള്ളവർ വായിക്കണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രയർ ലൈനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനെ നടത്തിപ്പുകാരെ ഓർത്ത് ദൈവത്തിന് വാഴ്വുകളും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. ഭംഗിയായി ലീഡ് ചെയ്ത കർത്താവിന്റെ വലിയ ദാസനെ ഓർത്ത്, കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. യൂദായുടെ ലേഖനം അതിന്റെ 3-ാമത്തെ വാക്യം ദയവായി ആരെങ്കിലും ഒരാൾ വായിച്ചെന്ന് സഹായിച്ചാൽ നന്നായിരുന്നു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. എല്ലാ എഴുത്തുകാരും ചെയ്യുന്നത് പോലെ യൂദാ അപ്പോസ്തലനും താൻ ഈ ലേഖനം എഴുതുവാനുള്ള കാരണത്തെക്കുറിച്ച് വിശദമാക്കുകയാണ്. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതുവാൻ ആഗ്രഹിച്ചത് എന്നാണ്, അഥവാ ദ പർപ്പസ് ഓഫ് ദിസ് എപ്പിസ്റ്റൽ. ഈ ലേഖനത്തിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം എന്താണ് എന്നാണ് ഈ 3-ാമത്തെ വാക്യം പറയുന്നത്. ആ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ
സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. യൂദായിക്ക് വളരെ ആവശ്യമായിട്ട് തോന്നിയ പരിശുദ്ധാത്മാവ് തനിക്ക് നൽകിക്കൊടുത്ത ഒരു പ്രത്യേക ആലോചനയായിരുന്നു ഇത്. താൻ ആഗ്രഹിച്ചത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാനാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് സമയമായപ്പോൾ തന്റെ ആ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തിയിട്ട് മാനുഷിക വശങ്ങളിലുള്ള ആ ചിന്തകൾക്ക് ഒരു നിർത്തൽ വരുത്തിയിട്ട് ഏറ്റവും അത്യന്താപേക്ഷിതമായി ദൈവജനങ്ങളും ദൈവസഭയും അറിഞ്ഞിരിക്കേണ്ടുന്ന മാർമികമായ ഒരു വസ്തുതയെ പരിശുദ്ധാത്മാവ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ആ വസ്തുത ഇതാണ്: വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക, വിശ്വാസത്തിന് വേണ്ടി മല്ലിട്ട് മുന്നേറുക എന്നാണ് അതിന്റെ മൂലഭാഷയുടെ ഭാഷാന്തരം വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി മല്ലിട്ട് മുന്നേറുക എന്ന് വെച്ചാൽ യുദ്ധസേവ ചെയ്ത് മുന്നേറുക. വല്ലവിധേനയും നമ്മുടെ പക്കൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തെ അവസാനം വരെ കാത്തു സൂക്ഷിച്ച് അങ്ങ് എത്തിപ്പെടുക എന്ന അർത്ഥത്തിലാണ് യൂദ ഈ പ്രയോഗം നടത്തുന്നത്. ഈ ലേഖനത്തിൽ വിശ്വാസം എന്ന വാക്ക് പല പ്രാവശ്യങ്ങളിലായി കാണുവാൻ കഴിയും. എന്നാൽ അതിന് ഈ ലേഖനം വിശ്വാസം എന്നതിന് തൊട്ടു മുൻപ് 2 വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിശേഷണ പദം ഒരിക്കലായി വിശുദ്ധന്മാർക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നതാണ്. ഒന്നാമത്തെ പദപ്രയോഗത്തിൽ 2 വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വിശ്വാസത്തെ യൂദ അവതരിപ്പിക്കുന്നത്. വിശ്വാസം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വിശ്വാസത്തിന് 2 പ്രത്യേക വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒന്നാമത്തെ വിശേഷണ പദം ഇങ്ങനെയാണ്, ഒന്നിലധികം പദങ്ങൾ അതിനകത്തുണ്ട്. അതിങ്ങനെയാണ് നാം അവിടെ വായിക്കുന്നത്: വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. എത്ര വിലയേറിയൊരു കാര്യമാണ്! വിശുദ്ധന്റെ പക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റാരോ കൊടുത്തിരിക്കുന്നു, ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഈ വിശ്വാസം എന്ന് പറയുന്ന ഉപനിധി, വിശ്വാസം എന്ന് പറയുന്ന ആ ഓബ്ജക്റ്റ്, ആ പ്രത്യേക വസ്തുത, അത് ദൈവം ഒരിക്കലായിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ വിശേഷണ പദം. രണ്ടാമത്തെ വിശേഷണ പദം അതിന്റെ 20ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു: നിങ്ങളെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ. ഇവിടുത്തെ വിശേഷണ പദം, വിശ്വാസത്തിന് ഒരു വിശേഷണ പദം യൂദ നൽകുന്നത് ഇങ്ങനെയാണ്: അതിവിശുദ്ധ വിശ്വാസം. ഒന്നാമത്തെ വിശേഷണ പദം ഒരിക്കലായി വിശുദ്ധന്മാർക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. രണ്ടാമത്തെ വിശേഷണ പദം അതിവിശുദ്ധ വിശ്വാസം. അതിവിശുദ്ധ വിശ്വാസം. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പവിത്രത, എത്രയോ വലിയ ആക്കമുള്ള ഒരു കാര്യം നാം വായിക്കുന്നത് പോലെ നമുക്ക് തോന്നുകയാണ്. അത്രയ്ക്ക് ഗൗരവമുള്ള കാര്യമാണ് യൂദ അപ്പോസ്തലൻ വിചിന്തനത്തിന് വേണ്ടി, വായനയ്ക്ക് വേണ്ടി, ഓർമ്മിപ്പിച്ചുണർത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 2 വിശേഷണ പദങ്ങളെക്കുറിച്ചും നമുക്ക് പിന്നാലെ ചിന്തിക്കാവുന്നതാണ്. ആകത്തുകയായി വിശ്വാസം എന്ന് പറഞ്ഞാൽ അതെന്താണ്? എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? വിശുദ്ധ ബൈബിൾ ആഗമനം പഠിപ്പിക്കുന്ന വിലയേറിയ ഒരു വസ്തുതയാണ് വിശ്വാസം എന്നുള്ളത്. സദാചാര തത്വശാസ്ത്രത്തിൽ
നിലനിൽക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിലാണ് സദാചാര സാൻമാർഗിക തത്വശാസ്ത്രത്തിന്റെ ഒരധ്യായം എന്നറിയപ്പെടുന്ന മനോഹരമായ 13-ാം അധ്യായം 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായമാണ്. അതിനകത്ത് ഈ സദാചാര തത്വശാസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ സാൻമാർഗിക തത്വചിന്തകളിൽ 3 പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. അവ നിലനിൽക്കുന്നതാണെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വസ്തുത എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം എന്ന് നാം വായിക്കുന്നു. അവരോടൊക്കെ തീരെ അവിടെ കയറി വരുമായിരുന്നു. എന്നിട്ട് അവർ നമ്മുടെ മലയാള ട്രാക്ടറും ഒക്കെ തന്നെ താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വേദഭാഗം സാൻമാർഗിക തത്വശാസ്ത്രത്തോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യർ ലേഖനം 1 Corinthians chapter 13 13-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നമ്മുടെ കർത്താവിനെ നാം കാണും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. യേശുവിനെ ഞാൻ കാണും, അതെന്റെ പ്രത്യാശയാണ്. ഇത് രണ്ടും യേശുവിനെ കാണുന്നതോടുകൂടി നിൽക്കും. അങ്ങനെ എടുക്കല്ലേ കേട്ടോ, പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കല്ല. ഈ ഇന്ദിരന്മാർ ഇവിടെ കിടന്ന യേശുവിനെ നാം കാണുന്നതോടെ നമ്മുടെ വിശ്വാസം, പ്രത്യാശ ഇവ രണ്ടും സ്ഥിരീകരിക്കപ്പെടുന്നു. പിന്നെ അവനെ കണ്ടു കഴിയുമ്പോൾ നാം എത്തിച്ചേരുന്ന പ്രതലം ദൈവസ്നേഹത്തിന്റെ പ്രതലമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നിത്യയുഗങ്ങളിൽ നിത്യകാലമുണ്ടായിരിക്കുന്ന ഒന്ന് ദൈവസ്നേഹമാണ്. അവനെ നാം കാണുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് തിരശീല വീണു. അവനെ നാം കാണുമ്പോൾ നമ്മുടെ പ്രത്യാശ അവിടെ കൊണ്ട് തീർന്നു. അവനെ നാം നേരിൽ കണ്ടു കഴിഞ്ഞു. നാം ഇന്ന് വരെ വിശ്വാസത്താൽ കണ്ടു. അന്ന് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അന്ന് നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണും. അവനെ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് അവിടെ വെച്ച് തിരശീല വീഴുന്നു. നമ്മുടെ പ്രത്യാശ അവിടെ വെച്ച് തീരുന്നു. പിന്നെ നമുക്കുള്ളത് പ്രത്യാശയും വിശ്വാസവുമല്ല. പിന്നെ നമുക്കുള്ളത് അവനെ കണ്ടു. ആ ദിവ്യ സ്നേഹത്തിന്റെ ആനന്ദത്തിൽ, ആ ദിവ്യ സ്നേഹത്തിനകത്ത് നാം ഇഴുകിച്ചേരുകയാ, ഒരുമിച്ച് ചേരുകയാ, ലയിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെ ഉണ്ടാകുന്നു? തിരുവെഴുത്ത് അതിന് വ്യക്തമായ നിദർശനങ്ങൾ നൽകുന്നുണ്ട്. എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത് എന്ന് റോമാലേഖനം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, വിശ്വാസം ഉണ്ടാകുവാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം കേൾവി ആകുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. കണ്ടതും കേട്ടതും കേൾക്കുന്നതല്ല വിശ്വാസത്തിന് കാരണം. വിശ്വാസത്തിന്റെ കാരണം ദൈവവചനം കേൾക്കുന്നതാണ്. ദൈവവചനം കേൾക്കുമ്പോൾ ഒരുവനിൽ അങ്കുരിക്കുന്ന ഒരു പ്രത്യേക മണ്ഡലമാണ് വിശ്വാസം എന്ന് വേദശാസ്ത്രികൾ പഠിപ്പിക്കുന്നു. ആധുനിക ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് വിശ്വാസത്തിന്റെ അപ്പോസ്തലനെന്നും വിശ്വാസത്തിന്റെ പ്രവൃത്തി വീരനെന്നും അറിയപ്പെടുന്ന പോൾ യോഗിച്ചോ എന്ന ദൈവഭക്തൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 6ാമത്തെ ഇന്ദ്രിയം എന്നാണ്. വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തും ആരും എങ്ങനെയും ഒക്കെ പറഞ്ഞുകൊള്ളട്ടെ, അതല്ല നമ്മുടെ വിഷയം. അതുണ്ടാകണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൊരു പ്രതലമായി നിൽക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്.
ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് നമ്മിൽ വിശ്വാസത്തെ വളർത്തുവാൻ, വിശ്വാസത്തെ ഉണ്ടാക്കുവാൻ കാരണമായി തീരും. പൗലോസ് അപ്പോസ്തലന്റെ മിഷണറി യാത്രകൾ ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ വിശ്വാസം സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ പല പ്രാവശ്യങ്ങളിലായി പൗലോസ് അപ്പോസ്തലൻ നൽകിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ആ വേദഭാഗങ്ങളെല്ലാം കൂടെ കോർത്ത് ഇണക്കി വായിക്കുമ്പോൾ വിശ്വാസത്തിന് ഒരു സമയമുള്ളതായിട്ട് പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഇപ്പോൾ അടുത്തിരിക്കുന്നു എന്ന പദപ്രയോഗത്തിൽ നിന്ന് ഒരു പറ്റം ആൾക്കാർ, വിശുദ്ധന്മാർ വിശ്വസിക്കുന്നത് വിശ്വസിപ്പാൻ തക്കതായ സമയം ഉണ്ട് എന്നുള്ളതാകുന്നു. ആ സമയത്തെ ഉദ്ദേശിച്ചായിരിക്കാം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം എന്ന് വിശ്വാസ ദിവസത്തെ നോക്കിക്കൊണ്ട് പൗലോസ് പ്രസംഗിക്കുന്നതെന്ന് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വസിപ്പാൻ ഒരു സമയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇപ്പോഴാണ് അതിനുള്ള സമയം എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. നാം കേൾക്കുന്ന ദൈവവചനം അത് വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ പരിണമിപ്പാൻ തക്കവണ്ണം പ്രതിക്രിയ ചെയ്യുന്ന ഒരു സമയമായി ഈ സമയം മാറട്ടെ എന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുവാൻ ഒരു സമയമുണ്ടായിരുന്നു, വിശ്വാസത്തിന്റെ സമയം. വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് അടുത്തിരിക്കുന്നു. വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുക എന്ന് മറ്റൊരു പദപ്രയോഗം കാണുവാൻ കഴിയും. അപ്പോൾ വിശ്വാസം എല്ലാവർക്കും ഒരുപോലെയല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പലരിലും പല വിധത്തിലാകുന്നു. വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടുകൊടുത്തതുപോലെ എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ വിശ്വാസത്തിന് അളവുകളുണ്ട്. ആ അളവുകൾ ദൈവം വിവിധങ്ങളായി പലർക്കായി പങ്കിട്ട് കൊടുത്തു എന്ന വേദഭാഗം വായിക്കുമ്പോൾ തോന്നുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ബലഹീന വിശ്വാസിയുണ്ട്, വിശ്വാസത്തിൽ ബലഹീനനായവനുണ്ട്. ഇനി ഈ വിശ്വാസം ഇല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് ഉത്ഭവിക്കുന്നത് പാപത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഈ വാക്യം ഞാൻ പറഞ്ഞു വിടുന്നില്ല, അതൊന്ന് വായിക്കണമേ. റോമാലേഖനം 14 അധ്യായം, റോമാലേഖനം 14 അധ്യായം അതിന്റെ 23 വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 14 അധ്യായം അതിന്റെ 23 വാക്യം. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കായികൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഈ വാക്യം ശ്രദ്ധേയമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ചില വേദ പഠിതാക്കൾ 14 അധ്യായത്തെ വിശ്വാസത്തിൽ ബലഹീനനായിരിക്കുന്ന വ്യക്തിയുടെ ചരിത്രത്തിൽ നിന്ന് ആരംഭിച്ച് അവൻ തിന്നുന്നത്, തിന്നരുതാത്തത്, അവന്റെ ബലഹീന മനസാക്ഷി നിമിത്തം അവൻ പെട്ടെന്ന് മറ്റൊരുത്തൻ കഴിക്കുന്നത് കണ്ടിട്ട് അവനുണ്ടാകുന്ന വ്യാകുലങ്ങൾ, ആശങ്കകളൊക്കെ കൈകാര്യം ചെയ്ത പൗലോസ് ഇങ്ങോട്ട് വന്നിട്ട് അവസാന ഒരു സ്റ്റേറ്റ്മെന്റ് പൗലോസ് നടത്തിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ്. ആരെന്തൊക്കെ പറഞ്ഞാലും അതിന്റെ വ്യാഖ്യാനം തിരിച്ചാ മേറെയാ, മേളത്തേതുപോലെയാ, താഴത്തേതുപോലെയാ എന്നൊക്കെ പറഞ്ഞാലും അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ വാക്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കേട്ടിട്ട് അതിനാൽ ഉളവാകുന്ന വിശ്വാസത്തിൽ കൂടി ഉളവാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പാപമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാകുന്നു. അപ്പൊ വിശ്വാസത്തിന്റെ പ്രത്യേകത കണ്ടോ, അതിന്റെ ഘനം കണ്ടോ, അതിന്റെ ഗൗരവം കണ്ടോ, അതിന്റെ ശ്രേഷ്ഠമേറിയ അവസ്ഥ കണ്ടോ? ഈ വിശ്വാസം അത് ഓരോ ഭക്തനും ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യേക അനുഗ്രഹമാകുന്നു.
റോമാലേഖനം 12 അധ്യായത്തിൽ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടുകൊടുത്തതായി നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടുകൊടുത്ത അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവിന്റെ കാലത്ത് യേശു കർത്താവിന്റെ അരികിൽ ശിഷ്യന്മാർ കൂടി വന്നിരുന്നിട്ട് അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. അപ്പോൾ വിശ്വാസം, ഒരിക്കലായി സ്വീകരിച്ച വിശ്വാസം അനുദിന ജീവിതത്തിന്റെ അനുഭവത്തിൽ കേൾക്കുന്ന വചനത്താൽ ആ വിശ്വാസം വളർന്നു 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 വരികയാണ്. യേശുവിന്റെ അരികിൽ ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് അവർ കർത്താവിനോട് പറഞ്ഞപ്പോൾ, വിശ്വാസത്തെ എന്നാൽ ഇപ്പോൾ തന്നെ നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കുകയല്ല നാം കാണുന്നത്. അവിടെ ചില ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേദഭാഗം, കർത്താവ് ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന ഒരു വേദഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായത്തിലാണ് ആ ഭാഗം പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9 അധ്യായം ഇതിന്റെ 6 വാക്യത്തിൽ മുതലാണ്. 1 വാക്യം മുതൽ അവന്റെ പശ്ചാത്തലമൊക്കെ വിവരിച്ചിങ്ങനെ വരികയാ. കർത്താവ് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പോൾ ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ, അവന്റെ അരികിൽ യേശു ചെന്നിട്ട് അവനെ സൗഖ്യമാക്കുവാൻ പോകുകയാണ്. അവിടെ അവിശ്വാസത്തിന്റെ വർധനവിന്റെ ഒരു ചെറിയ ഒരു രൂപരേഖ നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ കണ്ണ് ഉണ്ടായിരുന്നോ ഇല്ലയോ, കണ്ണിന് തടമായിരുന്നോ എന്താണ് എന്ന് എനിക്കറിയത്തില്ല. എന്നാണെങ്കിലും അവിടെ കർത്താവ് ചേറ് ഉണ്ടാക്കി അതവിടെ പുരട്ടി എന്നാ വായിക്കുന്നത്. അപ്പോൾ ഒരു തടം പോലെ കാണാം. കണ്ണിന്റെ കൃഷ്ണമണിയോ കണ്ണിന്റെ വെള്ളയോ ഒന്നുമില്ല. അവിടെ ഒരു തടമായിട്ടുള്ളൊരവസ്ഥയാണെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. എന്റെ സങ്കല്പത്തിലാണ്. ആ ഭാഗം കർത്താവ് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവിടെ തൂത്തു. സംഭവിക്കുന്ന സ്ഥലവും ശീലോഹാം കുളവും തമ്മിലുള്ള ദൂരം ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചത് 2 ഫർലോങ് ദൂരമുണ്ട്. അത് കുണ്ടും കുഴികളും നിറഞ്ഞ ഒരു ചെറിയ പൊതു വഴിയാണ്. കുണ്ടും കുഴിയും മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞ ഒരു ചെറിയ പൊതുവഴി. ശീലോഹാം കുളത്തിന് 18 സ്റ്റെപ്പുകളുണ്ട്. വെള്ളം കയറി കിടക്കുമ്പോൾ 14, വെള്ളം ഇറങ്ങി കിടക്കുമ്പോൾ 18. സ്റ്റെപ്പ് എത്ര ഉണ്ടെങ്കിലും കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഈ മനുഷ്യൻ ജന്മന പിറന്നപ്പോൾ തന്നെ കുരുടനെന്ന് തിരുവെഴുത്ത് പറയുന്നു. കർത്താവ് ചെയ്ത പ്രവൃത്തി ഏത് കുരുടനും ആരോ പറഞ്ഞോ പ്രസംഗിച്ചോ ഒക്കെ ഞാൻ കേട്ടതാ. ഏത് കുരുടനും സൂര്യൻ ഉദിക്കുമ്പോൾ ഇത് പകലാണെന്ന് അവൻ അറിയത്തക്കവണ്ണം ഒരു പ്രഭ മനസ്സിലാക്കുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മനസ്സിലാക്കുവാനുള്ള കഴിവിനെ പോലും തമ്പുരാൻ ഇപ്പോൾ അടച്ചു. ചേറെടുത്ത് ആ തടത്തിൽ മുഴുവനും പൂശി, മണ്ണ് എടുത്ത് തുപ്പി കുഴച്ച മണ്ണ് ആ തടത്തിൽ മുഴുവനും പൂശി നിരപ്പാക്കി വെച്ചു. അപ്പോൾ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാ, അല്പം പ്രകാശം കാണുവാനുണ്ടായിരുന്ന സാധ്യത കൂടെ ഇല്ലാതാക്കിയിട്ട് അവനോട് പറഞ്ഞു, പോയി ശീലോഹാം കുളത്തിൽ കഴുകാൻ. അവന് ഒരു ധാരണ ഉണ്ടായിരുന്നു, തെക്കോട്ടാണ് നടക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞ് ശബ്ദം കേൾപ്പിക്കുന്നിടത്തേക്ക് പോകുവാനുള്ളൊരു ധാരണ. ആ ധാരണ ഇപ്പോഴുമുണ്ട്. എന്നാൽ അല്പം വെളിച്ചത്തിന്റെ സാധ്യത ഉണ്ടായിരുന്ന സാധ്യത കൂടെ തമ്പുരാൻ അടച്ചു. എന്റെ ഭാവനയിൽ ആ മനുഷ്യൻ പോകുന്നതിനെ കുറിച്ച് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ഓരോ പാദം അവൻ മുന്നോട്ട് വയ്ക്കുമ്പോഴും അവൻ പറയും, ഉദാഹരണത്തിന്, ഇനി 250 അടിയാണ് എൻ്റെ മുൻപിലുള്ളത്, ഇനി 249 അടികളാണ് എൻ്റെ മുൻപിലുള്ളത്.
അത് കഴിഞ്ഞ് ഞാൻ ആ ശീലോഹാൻ കുളത്തിന്റെ കരയിൽ ചെന്ന് നിൽക്കും. അതിനുശേഷം അതിന്റെ ഓരോ പടവുകൾ ഞാൻ ചവിട്ടി ഇറങ്ങും. അവസാനത്തെ പടവിൽ ഞാൻ നിന്നുകൊണ്ട് എന്റെ കൈ കൊണ്ട് ശീലോഹാമിലെ തണുത്ത ജലം കോരി എന്റെ കണ്ണ് ഞാൻ കഴുകുമ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ 2 കണ്ണുകൾ എനിക്കുണ്ടായി വരും. ഇവൻ ഓരോ അടികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അവൻ വിശ്വാസത്തിൽ വളർന്ന് 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 വരികയായിരുന്നു. അവന്റെ വിശ്വാസത്തിന്റെ വർധനവ് ദൈവം കൊടുത്തത് ഉണ്ടായിരുന്ന വെളിച്ചത്തെ കൂടെ ഇരുട്ടാക്കിക്കൊണ്ടാണ് അവന് വേണ്ടി ദൈവം പ്രവർത്തിച്ചത്. ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയട്ടെ. ജീവിതത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മണ്ഡലങ്ങൾക്ക് ചുറ്റും ഇരുട്ട് അനുഭവപ്പെട്ട് ഇനി ഒന്നും നടക്കുകയില്ലെന്ന് നിനക്ക് മുൻപിലുള്ള തത്വശാസ്ത്രങ്ങളും നിനക്ക് മുൻപിലുള്ള സയൻസും നിന്നോട് വിളിച്ചു പറഞ്ഞാലും നിനക്ക് രക്ഷകന്റെ വാക്ക് നിന്റെ കർണപുടങ്ങളിൽ മുഴങ്ങട്ടെ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനാദി നിർണയപ്രകാരം പ്രവൃത്തി ചെയ്യുന്നൊരു ദൈവമുണ്ട്. അവൻ എന്നെ കൈവിടുകയില്ല, ഒരു നാളും എന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വർധനവിൽ ഒരു ദൈവ പൈതൽ എത്തിച്ചേരുമ്പോൾ അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവീക പദ്ധതിയുടെ വലിയ കരം. അപ്പോൾ വിശ്വാസത്തിലുള്ള വളർച്ച ദൈവജനത്തിന് വളരെ അത്യന്താപേക്ഷിതവും ആവശ്യവുമായിരിക്കുന്നു. എന്നും ഒന്നും പോലെ ഇരിപ്പാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിന്റെ അതിപ്രധാനമായ തത്വങ്ങൾ പറഞ്ഞതിന് ശേഷം 2 കൊരിന്ത്യർ ലേഖനം അവസാന അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ഇരിക്കുന്നത് എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ആദ്യമേ കേട്ടു, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു. ഇനി നോക്ക്, എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്? വിശ്വാസം ഉണ്ടാകുവാനുള്ള കാരണം ദൈവവചനത്തിന്റെ കേൾവിയാണ്. ദൈവവചനത്തിന്റെ കേൾവിയിൽ വിശ്വാസം വർദ്ധിച്ചു വരികയാണ്. വിശ്വാസത്തിന് 5 പടികൾ ഉള്ളതായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്പസമയങ്ങൾക്ക് ശേഷം നാം അവിടേക്ക് പോകുന്നതാണ്. എന്നാൽ അതിനു മുൻപ് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. വിശ്വാസം കേൾവിയാൽ ഉണ്ടാകുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾവിയാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾവി എന്ന അടിസ്ഥാന ഘടകത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നവർ അവനെ അനുഭവിച്ചറിയുവാൻ തുടങ്ങുന്നു. അവനെ അനുഭവിച്ചറിയുന്നത് വിശ്വാസത്താൽ അവനെ അനുഭവിച്ചറിയുക. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും യേശുവിനെ അനുഭവിച്ചറിയുന്ന വിശുദ്ധന്മാരെ, വിശുദ്ധമതികളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധന്മാർ ഈ ദൈവവചനം കേൾക്കുമ്പോൾ എങ്ങനെയാണ് ആ കേൾവി വിശ്വാസമായി തീരുന്നത്? പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ ആ കാര്യം പരാമർശിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാലും. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നമ്മളെ പോലെ ദൈവവചനം കേട്ടവരായിരുന്നു. മിസ്രയീമ്യ പ്രവാസത്തിൽ നിന്ന്, മിസ്രയീമ്യ അടിമത്വത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇസ്രായേൽ മക്കൾ. 4-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ ഒരു സദ്വർത്തമാനം കേട്ട ജനതയെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലായിരുന്നു സദ്വർത്തമാനം കേട്ടവർ. എന്നിട്ട് അവരെയും നമ്മളെയും കൂടെ പൗലോസ് ഇതിന്റെ എഴുത്തുകാരൻ തുലനപ്പെടുത്തുകയാണ്. അവർക്ക് അത് ഉപകാരപ്രദമായി വന്നില്ല. ആർക്ക്?
പണ്ട് സദ്വർത്തമാനം കേട്ടവർക്ക് അവർക്കത് ഉപകാരപ്രദമായി വരാഞ്ഞതിന് കാരണം എന്താണെന്നും അവിടെ തന്നെ ആ വാക്യത്തിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ വാക്യം ഇനി ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചാട്ടെ. എന്തായിരുന്നു അതിന് കാരണമെന്ന് അവിടെ പറയുന്നു. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അവർ കേട്ട വചനം അവർക്ക് ഉപകാരമായി വരാഞ്ഞതിന് കാരണം വചനം അവരിൽ എന്തായി തീർന്നില്ല, വിശ്വാസമായി പരിണമിച്ചില്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ കുറച്ചുകൂടെ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇങ്ങനെയാ, ബിക്കോസ് ദേ വെയർ നോട്ട് യുണൈറ്റഡ് ബൈ ഫെയ്ത്ത്. ദൈവവചനത്തെ വിശ്വാസവുമായി അവർ ഇടകലർത്തി ഉപയോഗിച്ചില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ദൈവവചനവും വിശ്വാസവും ഇടകലരണം, ഒരുമിച്ച് ചേരണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായി വരണമെങ്കിൽ കേൾക്കുന്ന വചനത്തെ വിശ്വാസവുമായി മിക്സ് ചെയ്യുക. വേറൊരു ട്രാൻസ്ലേഷൻ എനിക്ക് തോന്നുന്നത് KJV ആണെന്ന് തോന്നുന്നു. കിങ് ജെയിംസ് വേർഷനിൽ വായിക്കുന്നത് വളരെ വളരെ വ്യത്യസ്തമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നോട്ട് ബീയിങ് മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത്. ഉണ്ടോ? നോട്ട് ബീയിങ് മിക്സ്ഡ് വിത്ത് ഫെയ്ത്ത്. അപ്പം വിശ്വാസവുമായിട്ട് അതിനെ മിക്സ് ചെയ്യണം. ദൈവവചനത്തെ വിശ്വാസവുമായി നാം മിക്സ് ചെയ്യണം. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനം, പാസ്റ്ററുടെ ക്ലാസ് കൊള്ളായിരുന്നു, അല്ലായിരുന്നില്ല പാസ്റ്ററുടെ പ്രസംഗം നല്ലതായിരുന്നു എന്ന് പറഞ്ഞു പോകുകയല്ലാതെ നമ്മുടെ വ്യക്തിപരമായ ജീവിതവും ഈ പ്രസംഗം, ഈ ദൈവവചനത്തെയും നമ്മൾ മിക്സ് ചെയ്യാറില്ല. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവും കേൾക്കുന്ന വചനവും ഒരുപോലെ മിക്സ് ചെയ്യപ്പെടുമ്പോൾ അത് ഇറ്റ് ബിക്കം ബെനിഫിറ്റ് ഫോർ us. നമുക്കത് ഉപകാരപ്രദമായി തീരും. വിശ്വാസം കേൾവിയാൽ വരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള കേൾവി, ക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾവി. ക്രിസ്തുവിനെ നാം കേൾക്കുമ്പോൾ വിശ്വാസം നമ്മളിൽ ഉണ്ടാകുന്ന വിശ്വാസം അനന്തരം നാം കേൾക്കുന്ന ദൈവവചനവുമായി മിക്സ് ചെയ്യുമ്പോൾ, ഇടകലർത്തുമ്പോൾ, ഒരുമിച്ച് ചേർക്കുമ്പോൾ അത് നമുക്ക് ഉപകാരമായി തീരുന്നു. എന്താണ് ഉപകാരമായി തീർന്നത്? ആ കുരുടന് കണ്ണ് ലഭിച്ചതുപോലെ നാം പ്രാർത്ഥിക്കുന്ന, നാം കാത്തിരിക്കുന്ന വിഷയങ്ങൾക്ക് അത് മറുപടിയായി തീർന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും അബ്രഹാമിനെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാ. റോമാലേഖനം 4-ാം അധ്യായത്തിൽ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും തന്റെ ശരീരത്തിന്റെ നിർജീവ അവസ്ഥ മനസ്സിലാക്കിയിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. തന്റെ ശരീരം എന്നും തന്നോട് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, നിനക്ക് സന്തതി ഉണ്ടാവുകയില്ലെന്ന്. എന്നാൽ അതിനു മീതെ അവൻ കേട്ട ഒരു ദൈവവചനം ഉണ്ടായിരുന്നു, നിനക്ക് ഞാൻ സന്തതിയെ തരുമെന്ന്. ആ വചനമോ അബ്രഹാമിന്റെ വിശ്വാസവും ഒരുമിച്ചിടകലർന്നപ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അബ്രഹാമിന് ലഭ്യമായി. ആ റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ വരുമ്പോൾ നാം ഇങ്ങനെയാ വായിക്കുന്നത്, അബ്രഹാമിന്റെ വിശ്വാസമുള്ള നമ്മെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പൗലോസ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും, അബ്രഹാമിന്റെ വിശ്വാസമുള്ള ഏതൊരുവനും, അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ, നിന്റെ കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന, നിനക്ക് വിരോധമായി സയൻസ്, നിനക്ക് വിരോധമായി മെഡിക്കൽ സയൻസ് എഴുതി വച്ചിരിക്കുന്ന എഴുത്തുകളെ ദുർബലമാക്കുവാൻ കഴിയുന്ന ദൈവകൃപയുടെ വ്യാപാരമുള്ള ദൈവവചനവും നിന്റെ വിശ്വാസവും ഒരുപോലെ ഇടകലർന്ന് അതിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നീ കാത്തിരിക്കുമ്പോൾ അറിയപ്പെടാത്ത മണ്ഡലങ്ങൾ, അറിയപ്പെടാത്ത വഴികൾ, അറിയപ്പെടാത്ത സൗഖ്യത്തിന്റെ വ്യാപാര ശക്തി, മെഡിക്കൽ സയൻസിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ദൈവകൃപയുടെ വ്യാപാര ശക്തിയാകുന്ന സൗഖ്യം
എന്ന വർഷ്യു നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കും. എത്ര അത്ഭുതകരമായ ഒരു ഉപകാരകരമായ പ്രവൃത്തിയാകുന്നു ഇത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അവരെ പോലെ നാമും സദ്വർത്തമാനം കേട്ടവരാണ്. കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിച്ചില്ല. അതുകൊണ്ട് അവർ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പൊ കേട്ട വചനം ഉപകാരപ്പെടണമെങ്കിൽ ആ വചനത്തെ വിശ്വാസവുമായി നമ്മൾ മിക്സ് ചെയ്യണം, ഏകീഭവിപ്പിക്കണം. ഏകീഭവിപ്പിച്ചാൽ എന്തായിത്തീരും? അനുദിനം നാം കേൾക്കുന്ന വചനം നമുക്ക് ഉപകാരമായി തീരും. അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും കുടുംബ സ്വത്തല്ല. തിരുവെഴുത്ത് വളരെ വ്യക്തമാണ് ആ കാര്യത്തിൽ. അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവവചനം കേട്ടപ്പോൾ അത് സത്യമെന്ന് ഉറപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തികളുടെ പരിചയങ്ങളാകുന്നു അവ. പരിശുദ്ധാത്മാവ് ചെയ്ത ദിവ്യ പ്രവൃത്തിയാകുന്നു അവ. അതാരുടെയും കുടുംബസ്വത്തല്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവ പരിശുദ്ധാത്മാവ് തനിക്ക് ബോധിക്കുന്ന സമയങ്ങളിൽ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് നൽകുന്ന ദിവ്യ പ്രവൃത്തി ആകുന്നു. അങ്ങനെ എന്റെ വീട്ടിൽ നടക്കണമെങ്കിൽ, എന്റെ കുടുംബത്തിൽ സംഭവിക്കണമെങ്കിൽ, എന്റെ സഭയിൽ സംഭവിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണമെന്നറിയാമോ? വചനം കേൾക്കുകയും എന്നിൽ അങ്കുരിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസവും ആ വചനവും ഇടകലർന്ന് ഒരുമിച്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇത് സത്യമാകുന്നു എന്ന തെളിവ് നൽകുന്ന പ്രവൃത്തിയാകുന്നു. പരിശുദ്ധാത്മാവിന്റെ ദിവ്യ പ്രവൃത്തിയാകുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നുള്ളത്. എത്ര അനുഗ്രഹീതമായ അനുഭവമാകുന്നു അത് പ്രാപിപ്പാൻ നീ ഓടിപ്പോകേണ്ട. നിന്റെ വീട്ടിലിരുന്നാൽ മതി. മുഴങ്കാലിന്മേലിരുന്ന് നീ കേട്ട ദൈവവചനം കഴിഞ്ഞ ഞായറാഴ്ച നിന്റെ സഭയിലെ ദൈവദാസൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവവചനം ഉണ്ടല്ലോ, അത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകാനല്ല ദൈവത്തിന്റെ വചനം നിന്റെ മുൻപിൽ വിളമ്പി തന്നത്. അത് വയറ് നിറച്ച് ഭക്ഷിപ്പാനാണ്. അത് നീ ഭക്ഷിക്കുമ്പോൾ തന്നെ നിന്റെ ഉള്ളിൽ അങ്കുരിച്ചിട്ടുള്ള ക്രിസ്തയേശുവിലുള്ള വിശ്വാസം അതുമായി ഒരുപോലെ മിക്സ് ചെയ്യപ്പെടുമ്പോൾ നീ അറിയപ്പെടാത്ത വഴികൾ നിനക്ക് മുൻപിൽ തുറക്കപ്പെടും. നിന്റെ മുൻപിൽ അന്ധകാരം വഴിവെട്ടി വെച്ചിരിക്കുന്ന സകല കെട്ടുകളും അഴിയപ്പെടും. അറിയപ്പെടാത്ത മാർഗങ്ങളിലൂടെ ദൈവം നിന്നെ നടത്തും. നിനക്ക് രോഗത്തിന് പരിപൂർണ്ണ സൗഖ്യമുണ്ടാകും. നീ അടിപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. നീ കേട്ട വചനം അത് ഉപകാരമായി വരികയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ആ ദൈവവചനത്തിന് മുൻപിൽ കേൾക്കുന്ന വചനവും വിശ്വാസവും ഒരുമിച്ചിടകലരട്ടെ. അതൊക്കെ ഉപകാരമായി തീരും. ഈ വിശ്വാസം അങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു വരികയാണ്. അതിന്റെ ആത്യന്തിക നിറവ് എവിടെയാണ്? ഇനി ഒന്ന് നോക്കിയാട്ടെ. കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് തൽക്കാലം ഇന്ന് രാത്രി ഈ ചിന്തകളെ ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം, 23 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ ദയവായി. ആകാശത്തിൻകീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ നിങ്ങൾ അവന്റെ മുൻപിൽ നിൽക്കും. കണ്ടോ, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. അതിന്റെ അവസാന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഇങ്ങനെയാ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തിരിക്കുന്നത്: നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നാൽ അവന്റെ മുൻപാകെ നിൽക്കും. അവൻ എന്ന് പറയുന്നത് മഹത്വത്തോടെ പ്രത്യക്ഷനാകുന്ന നമ്മുടെ കർത്താവ്.
നമ്മുടെ കർത്താവിനെ നാം കാണണമെന്നുണ്ടെങ്കിൽ, അവന്റെ മുൻപിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസം കേട്ടു. ആ വിശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ല, നമ്മളിലുള്ള വിശ്വാസം അങ്കുരിച്ചു. ആ അങ്കുരിച്ച വിശ്വാസം എന്നും നാട്ടിൽ പറയുന്നത് പോലെ നട്ടപ്പളും പറിച്ചപ്പളും ഒരു കൊട്ട എന്ന രീതിയിൽ ഇരിക്കുകയല്ല, അതിന് വർധനവുണ്ടായിക്കൊണ്ടിരിക്കുക. അനുദിനം വർധനവ് വരിക. എങ്ങനെയാണ് വർധനവ് വരുന്നത്? കേൾക്കുന്ന വചനവും വിശ്വാസവും ഇടകലർത്തി ഉപയോഗിക്കുമ്പോൾ അത് ഉപകാരമായി വരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും വിശ്വാസത്തിൽ വളരുന്നു, വിശ്വാസത്തിൽ വളരുന്നു, വിശ്വാസത്തിൽ വളരുന്നു. വളർന്ന് 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 അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ആളിനെ കുറിച്ചുള്ള പദപ്രയോഗമാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന പദപ്രയോഗം. അവനങ്ങനെ വിശ്വാസത്തിൽ നിലനിൽക്കുക. വിശ്വാസത്തിൽ അങ്ങനെ നിലനിൽക്കുമ്പോൾ അവസാനത്തെ ഘടകം എന്ന് പറയുന്നത്, അവസാനത്തെ പ്രക്രിയ എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ മുൻപിൽ നിൽക്കുന്നതാണ്. അവന്റെ മുൻപിൽ നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിൽ നിലനിന്നാലേ ഒക്കത്തുള്ളൂ. ആ വിശുദ്ധ വിശ്വാസത്തിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അതിന് ചില ഘടകങ്ങൾ ഉള്ളതായിട്ടാണ് നാം അവിടെ വായിച്ചത്. എന്തൊക്കെയാണ് അതിനകത്തുള്ള പ്രത്യേക അനുഭവങ്ങൾ? നോക്കിയാട്ടെ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 23-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചാട്ടെ. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവർ. സുവിശേഷം ആണ് നമ്മൾ കേട്ടത്. ആ കേട്ട സുവിശേഷം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പൊ കേട്ട സുവിശേഷം എന്നിൽ എന്തുണ്ടാക്കി? വിശ്വാസം ഉണവാക്കി. ആ വിശ്വാസം അനുദിനം ഞാൻ കേൾക്കുന്ന ദൈവവചനം, ഞാൻ വായിക്കുന്ന ദൈവവചനം, അതുമായി മിക്സ് ചെയ്തപ്പോൾ എന്റെ വിശ്വാസത്തിന് വർധനവ് വന്നു. വർധനവ് വന്ന് ഇന്നത്തെ അവസ്ഥയല്ല നാളെ. കുറച്ചുകൂടെ ഞാൻ വിശ്വാസത്തിൽ തികഞ്ഞവനായി നിന്നു. അപ്പോൾ അങ്ങോട്ട് തികവിന് വരാതിരിക്കാൻ വേണ്ടി എനിക്ക് വിരോധമായി എന്തൊക്കെയോ ശക്തികളുണ്ട്. അവ എന്നോട് പൊരുതും. അതാ യൂദാ പറഞ്ഞത്, ഒരിക്കലായി നിങ്ങൾക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അനുദിനം എന്റെ വിശ്വാസത്തിന്റെ വർധനവിൽ ഞാൻ നിലനിൽക്കുവാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞാൻ മല്ലിട്ട് മുന്നേറണം. ഞാൻ പോരാടി മുന്നേറണം. എങ്കിൽ മാത്രമേ എനിക്കതിൽ നിലനിൽപ്പാൻ കഴിയുള്ളൂ. നിലനിൽക്കുവാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് പൗലോസ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഇളകാതെ അടിസ്ഥാനപ്പെടുക. സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ ഇളകാതെ അടിസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ കൊലോസ്യ ലേഖനത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ അവനിൽ വേരൂന്നി അവനിൽ നിന്ന് വളർച്ച പ്രാപിച്ച്. അപ്പൊ ഇളകാതിരിക്കണമെങ്കിൽ ക്രിസ്തു എന്ന ആ ദിവ്യ നിക്ഷേപത്തിൽ, 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സകല ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഗുപ്തമായിരിക്കുന്ന നിധി കണക്കെ മറയപ്പെട്ടിരിക്കുന്ന ജ്ഞാനം, പരിജ്ഞാനം, ദൈവിക സത്യങ്ങൾ, ദൈവിക ബോധവൽക്കരണം എന്നിങ്ങനെ പറയുന്ന ദൈവിക വിഷയങ്ങൾ സംബന്ധിച്ച് അവനിൽ നമ്മൾ വേരൂന്നി കഴിയുമ്പോൾ ആ വേരിനെ അറുത്തു മുറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നാം ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടതുപോലെ യേശു ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ
ഇളക്കം വരികയില്ല. ഉപദേശ സംഹിതകളും തത്വശാസ്ത്രങ്ങൾക്കും ഇളക്കം വന്നാലും ഒരു ദൈവ പൈതൽ ഇളകാത്തതിന് കാരണം അവനിൽ അങ്കുരിക്കപ്പെട്ട വിശ്വാസത്തിൽ അവൻ ഇപ്പോൾ സ്വർഗീയ ജ്ഞാനത്തിന്റെയും സ്വർഗീയ പരിജ്ഞാനത്തിന്റെയും നിക്ഷേപമായിരിക്കുന്ന, സത്യത്തിന്റെ വിളനിലമായിരിക്കുന്ന, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിരിക്കുന്ന, ദൈവകൃപയുടെ ആളത്വമായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുകയാണ്. യേശു ക്രിസ്തുവിൽ വേരൂന്നിയിട്ടുള്ള ഭക്തനെ ഇളക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. അവൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവനാണ്. അവൻ വിശ്വാസത്തിൽ നിലനിന്നാൽ എന്താ പ്രയോജനം? അവസാനത്തെ ആ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. യേശുക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കും. യേശുക്രിസ്തുവിന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കും. അതുകൊണ്ടാണ് യൂദാപ്പോസ്തലൻ പറഞ്ഞത്, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്തു വരികയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് നിങ്ങളെ ഓർമ്മിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഇന്ന് രാത്രി എന്റെ വാക്കുകളെ, ഈ ചിന്തകളെ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ അതിവിശുദ്ധ വിശ്വാസം, അതിന്റെ ഗുണങ്ങൾ, അതിന്റെ ദൈവം തന്നിരിക്കുന്ന നിറവുകൾ, അതിനകത്തുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ദൈവവചനത്തിന് മുൻപാകെ നമ്മെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിന്റെ വചനം കേട്ടപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള പ്രസംഗം എന്റെ ചെവിയിൽ എത്തിയപ്പോൾ അവനിൽ വിശ്വസിപ്പാൻ എനിക്ക് കൃപ ലഭിക്കപ്പെട്ടു. ആ വിശ്വാസം നിമിത്തം എന്നിൽ ഉണ്ടാകപ്പെട്ട ആ ദൈവകൃപയുടെ ആ നിറവ് നിമിത്തം എനിക്ക് ഉണ്ടായ വിശ്വാസം അത് ദിനം പ്രതി വർധനവിലേക്കും വളർച്ചയിലേക്കും ആ വിശ്വാസത്തിൽ തന്നെ നിലനിന്ന് എന്റെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്നിന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ശാന്തമായ ദൈവസന്നിധിയിൽ അടച്ചാതെ ഇന്ന് രാത്രി കേട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവേ, ഈ അനുഗ്രഹീത രാത്രിക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങൾ മനസ്സിലാക്കുന്നു. പലപ്പോഴും ഞങ്ങൾ കേൾക്കുന്ന വചനത്തിന് ഞങ്ങൾ മാർക്കിട്ട് ആ വചനത്തെ ഞങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടുന്നത് പോലെ തട്ടി, ദൈവവചനം എത്ര കേട്ടിട്ടും ദൈവിക കൃപയുടെ ആഴങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ, വിശ്വാസത്തിൽ സമ്പന്നരായി തീരുവാൻ കഴിയാതെ, ഞങ്ങളുടെ ഇരുണ്ട കണ്ണുകളോടുകൂടിയുള്ള യാത്രയ്ക്കൊരു വിരാമം വരുത്തി പരിശുദ്ധാത്മാവിനാൽ മാർഗദർശനം ലഭിച്ചവരായി, ആത്മസത്ത കണ്ടെത്തിയവരായി, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആക്കം കൂട്ടുവാൻ ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിലനിൽപ്പാനുള്ള ദൈവകൃപയോട് ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ വചനം കേൾക്കുന്നത് നിമിത്തം അത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഞങ്ങളുടെ വിശ്വാസത്തിന്മേലും കേട്ട വചനത്തിന്മേലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ദിവ്യ പ്രവർത്തനങ്ങൾ അനുഭവിപ്പാൻ ഇന്ന് രാത്രി ഈ ദൈവവചനം കേൾക്കുന്ന ഏത് പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് ഇട നൽകണമേ എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹീത പ്രയർ ലൈനായി സ്തോത്രം. ഇതിന്റെ സംഘാടകർക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളം പകരമാറാകണമേ. ഈ പ്രയർ ലൈനെ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠദാസനായി കുടുംബത്തിനായി സ്തോത്രം. ആശീർവാദം പകരണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ നിന്റെ കൃപയും സമാധാനവും ഉണ്ടായിരിക്കേണ്ടതിനായി ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, ഈ രാത്രിയുടെ ഭീകരത എത്ര വലിയത് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന യേശുവിന്റെ വരവോ ഞങ്ങളുടെ മരണമോ സംഭവിച്ചാൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നില്ലെങ്കിൽ അടുത്ത പ്രകാശം ഞങ്ങൾക്ക് തരുമ്പോൾ നിന്റെ ജീവനിൽ എഴുന്നേൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. നിന്റെ ജീവനിൽ എഴുന്നേറ്റ് അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ എന്ന് രാത്രി തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി സംഭവിക്കാനുള്ള സകല വിനർത്ഥങ്ങളിൽ നിന്നും ശത്രു ഒരുക്കുന്ന എല്ലാ തൊന്ത്രവുകളിൽ നിന്നും നിന്റെ ജനത്തെ വിടുവിച്ച് നിന്റെ കൂടാരത്തിന്റെ മറവിലോടൊന്ന് മറച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വം ഈ രാത്രി ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു.
നിന്റെ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ വചനം നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ അത്ഭുതം നടത്തുന്ന ദൈവകൃപയുടെ വ്യാപാരമായി ഈ വചനങ്ങൾ മാറുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ദൈവവചനം കേട്ട എല്ലാ പ്രിയമുള്ളവർക്കും വന്ദനം പറയുന്നു. ഈ പ്രയർ ലൈനിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കി തന്ന സാക്ചറിയാന കുടുംബത്തിന് വിശേഷാൽ വന്ദനം ചൊല്ലിക്കൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഇന്ന് രാത്രി ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസനും വന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രാത്രി കാലം തിരുവചനത്തിന്റെ വാതിൽ തുറന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തിന്റെ അഭിഷേകത്തിൽ കേൾപ്പിച്ച വിലപ്പെട്ട ആലോചനകൾ തിരുവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മെ ഓർമ്മിപ്പിച്ചുണർത്തിയതായ വിലപ്പെട്ട ആലോചനകൾ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അതിന് രാത്രി കാലം ദൈവശബ്ദമായി നാം കേട്ടുവല്ലോ. ഹല്ലേലൂയ. നമ്മളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചുവല്ലോ. ദൈവഭക്തനെ ഐശ്വര്യമായ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവഭക്തന്മാരെയും ഈ പ്രളയം കടന്നു വന്ന എല്ലാ മക്കളെ ഐശ്വര്യമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രളയം നടത്തുന്ന മക്കളെ അനുഗ്രഹിക്കട്ടെ. രാത്രികാലം നമുക്ക് ഉറക്കം തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുമേനിക്ക് വീണ്ടും സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഈ രാത്രികാലം സ്വർഗീയ ദൂത് അതുങ്ങളെ കേൾപ്പിച്ചല്ലോ. ആർത്തിയോടെ നിങ്ങൾ കടന്നു വന്നു. അതുങ്ങളെ തൃപ്തിപ്പെടുത്തിയതിനായി സ്തോത്രം. വചനത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന ദൈവം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇന്ന് രാത്രികാലം ദൈവമേ, വചനം കേട്ടതായ ഓ മക്കളുടെ മേലവിടുത്തെ ആത്മാവ് വന്നു എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഓരോ മക്കളുടെ മേൽ പതിഞ്ഞതിനായി സ്തോത്രം. വിശ്വാസം വർദ്ധിപ്പിച്ചു തരുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കാവലിന് കേൾക്കുന്ന സമയം വരെ അല്ലെങ്കിൽ ജീവകാലം മുഴുവൻ കർത്താവെ സ്തോത്രം. ഈ ഭൂമിയിലെ ജീവകാലം മുഴുവൻ വിശ്വാസം വർദ്ധിപ്പിച്ചു തന്ന് അതുങ്ങളെ പ്രത്യാശയിലും സ്നേഹത്തിലും നിലനിർത്തണമേ. ഈ രാത്രികാല സുഖമക്കങ്ങൾ തരണം. പ്രഭാകരന്റെ മുഖശോഭം നന്ദിയേറ്റുവാൻ സഹായിക്കണം. സകല മഹത്വം അറക്കപ്പെട്ട ഊഞ്ഞാട് മഹാരാജാവിനെ അർപ്പിക്കുന്നു. എല്ലാവരെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോട് കേൾക്കണം സ്വർഗ്ഗപിതാവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച എല്ലാവരും വിലയേറെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും ദൈവവചന ശുശ്രൂഷിച്ച ഭക്തന്റെ മേലും ഭൂലോക വിശുദ്ധന്മാരുടെ മേലും ഈ പ്രേരണായിരിക്കുന്ന എല്ലാവരുടെ മേലും പ്രേരണ നടന്ന മക്കളുടെ മേലും എല്ലാ മക്കളുടെ മേലും ഇന്ന് വന്നിട്ട് പ്രത്യേക വരെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് us all. അമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് വചനം കേൾക്കുവാൻ തക്ക വേണ്ടിയാക്കിയത് ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ സാം വർഗീസിനോട് നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബമായിട്ട് ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇനിയും ചെയ്യുവാൻ തക്കണം അഭിഷേകത്തോടെ ദേശത്ത് ഹല്ലേലൂയ അനേകർക്ക് അനുഗ്രഹ വിഷയമായി കർത്താവ് ഉപയോഗിക്കുവാൻ തക്കണം. നമുക്ക് തുറന്നും കർത്താവിന്റെ ദാസനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം മത്തായുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടിയതായ സിസ്റ്റർ ഐ വി ചെറിയാനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കത്തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം. അതിനായിട്ട് നമുക്ക് ദൈവസനെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന് സ്തോത്രം. വിശ്വാസത്തിൽ കർത്താവ് ഉറയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാണ്ടേണ്ടതിനായി കർത്താവിന്റെ ദാസൻ നമ്മെ പ്രബോധിപ്പിക്കുന്നുവല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവസനയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകാല നാളെ രാവിലെ 5 മണിക്ക് വീണ്ടും എഴുന്നേറ്റ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിംജൻ ജേക്കബ് ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ തക്കണം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. സീ യു അഗെയിൻ at 5 o'clock in the morning. Thank you.